കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എബിവിപി പ്രവർത്തകർക്ക് അനധികൃത പ്രവേശനം നൽകിയതായ എസ്എഫ്ഐ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥികൾക്കെതിരെ മാനേജ്മെന്റ് നിയോഗിച്ച കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. അരുൺ, ആദർശ്, നന്ദു, ഹരിദാസ്, ശ്രീജിൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം കഴിയുന്നതുവരെ 4 പേർക്കും കോളേജിൽ പ്രവേശനമുണ്ടായിരിക്കില്ലെന്നും കോളേജ് പ്രധാനാധ്യാപകൻ ഡോക്ടർ കെ.എസ്. രഞ്ജിത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. 4 പേർക്കാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അനധികൃത നിയമനം നൽകിയതെന്നും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്ന് എബിവിപി പ്രവർത്തകർക്ക് അനധികൃതമായി പ്രവേശനം നൽകിയതെന്നും എസ്എഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറെയും എസ്എഫ്ഐ പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുമ്പ് ഉപരോധിച്ചിരുന്നു. ഡിഗ്രി കോഴ്സിലേക്ക് 3 വിദ്യാർത്ഥികൾക്കും PG കോഴ്സിന് 1 വിദ്യാർത്ഥിക്കുമാണ് പ്രവേശനം നൽകിയിരുന്നതെന്നും എന്നാൽ പ്രവേശനം നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഇത്തരത്തിൽ അനധികൃത പ്രവേശനം നേടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിനെയും നോഡൽ ഓഫീസറെയും ഉപരോധിച്ചത്. സംഭവം ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്തതിനുശേഷം നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ എസ്എഫ്ഐ പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് ഉപരോധം അവസാനിപ്പിച്ചത്. തുടർന്നാണ് മാനേജ്മെന്റ് അന്വേഷണത്തിനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 4 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള തുടർ നടപടി. CCTV ന്യൂസ്, കുന്നംകുളം.